അസ്സലാമു വറഹ്മത്തുള്ളാഹി. SKSS ഓടാമ്പറ്റ യൂണിറ്റ് നടത്തിയ സിയാറത്തിൻ്റെ വിശേഷണങ്ങളാണ്. 5:45 നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഓടാമ്പറ്റ വലിയുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്തുകൊണ്ട്, നമ്മുടെ നാട്ടിലുള്ള മക്കാമ് കൂടിയാണല്ലോ, ഞങ്ങൾ യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. മക്കാമിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി ആദ്യം ഞങ്ങൾ ചെന്നത് മഹാനായ തൃപ്പനഞ്ച് മുഹമ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾ നാട്ടിയ ഷെയ്ഖ് മുഹിയുദ്ദീൻ റളിയല്ലാഹു തആല അൻഹു, ഷെയ്ഖ് റിഫായി റളിയല്ലാഹു തആല അൻഹു അവരുടെ പേരിലുള്ള കൊടിമരത്തിലാണ് കേട്ടോ. തൃപ്പനഞ്ച് ഉസ്താദ് തൻ്റെ ജീവിതകാലത്ത് റിയാളകളൊക്കെ വീട്ടാൻ വേണ്ടി ആളൊഴിഞ്ഞ പ്രദേശമായ ഈ കുന്നിൻ മുകളിലേക്ക് വന്നിരുന്നു. അവിടെ ഇപ്പോൾ കെട്ടിടങ്ങളും കൊടിമരമൊക്കെ ഉണ്ട്. ഞങ്ങൾ കൊടിമരത്തിൽ നിന്ന് നേരെ തൃപ്പനഞ്ച് ഉസ്താദിൻ്റെ മക്കാമിലെത്തിയിരിക്കുകയാണ്. തൃപ്പനഞ്ച് ഉസ്താദ് അന്ത്യവിശ്രമം കൊള്ളുന്ന മക്കാം ഷെരീഫാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെയൊക്കെ കണ്ണുകൊണ്ട് കാണാൻ എനിക്ക് ഭാഗ്യം കിട്ടിയൊരു മഹാൻ കൂടിയാണ് മഹാനായ തൃപ്പനഞ്ച് ഉസ്താദ് കേട്ടോ. അൽഹംദുലില്ലാഹ്. ഇവിടെയുള്ള ഈ മക്കാമ നിൽക്കുന്ന കെട്ടിടം കാണാൻ വളരെ മനോഹരമാണ്. ഗ്രാനൈറ്റ് കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഒരു കെട്ടിടമാണ്. മക്കാമിൽ ഒരുപാട് സമയം ചെലവഴിച്ചുകൊണ്ട് ഞങ്ങൾ സിയാറത്ത് ചെയ്തു. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ഉപ്പമാരും ഉമ്മമാരൊക്കെ കൊണ്ട് സിയാറത്തിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ കൂടുതലൊന്നും വൈകിക്കാതെ തന്നെ കൃത്യസമയത്ത് തന്നെ ഭക്ഷണം കഴിക്കണമല്ലോ. അതുകൊണ്ട് സിയാറത്തിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ചായ കുടിക്കുകയാണ്. ഭക്ഷണമൊക്കെ നമ്മൾ വാഹനത്തിൽ കരുതിയിരുന്നു. അൽഹംദുലില്ലാഹ്. അങ്ങനെ ഞങ്ങൾ മഹാനായ സമസ്തയുടെ അധ്യക്ഷനായിരുന്ന കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ മക്കാം ഷരീഫിലെത്തിയിരിക്കുകയാണ് കേട്ടോ. സമസ്തയുടെ പ്രഥമ മുശാവറയിൽ അംഗമായും വഫാത്തിൻ്റെ സമയത്ത് സമസ്തയുടെ അധ്യക്ഷനായും ദീനിനു വേണ്ടി സേവനം ചെയ്ത മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അന്ത്യവിശ്രമം കൊള്ളുന്നത് വാഴക്കാട് ജുമാ മസ്ജിദിൻ്റെ ചാരയുള്ള പള്ളിക്കാട്ടിലാണ്. വാഴക്കാട് ജുമാ മസ്ജിദാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ക്യാമറയിൽ ഒരൊറ്റ തവണ ഷൂട്ടിങ്ങിൽ അത് ഉൾപ്പെടുത്താൻ പറ്റാത്ത വിധം വിശാലമായ ഒരു പള്ളിയാണ്. ഏതായാലും നമ്മൾ ക്യാമറ തിരിച്ചൊക്കെ പിടിച്ച് പരമാവധി അത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഈ പള്ളി കാണുമ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ സിയാറത്ത് ഇടിയങ്ങരയിലെ ഷെയ്ഖ് പള്ളിയിലെത്തിയിരിക്കാൻ കേട്ടോ. അൽഹംദുലില്ലാഹ്. ഷെയ്ഖ് പള്ളിയിൽ മഹാനായ ശംസുൽ ഉലമയും തൃപ്പനഞ്ച് ഉസ്താദും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് സിയാറത്ത് ചെയ്യുന്ന സ്ഥലമാണ്. മാത്രമല്ല മഹാനായ ശംസുൽ ഉലമ റളിയല്ലാഹു അൻഹു വഫാത്തിൻ്റെ ആ സമയത്ത് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴൊക്കെ തൻ്റെ ഖാദിമിനെ, നായിബിനെ ഇവിടേക്ക് സിയാറത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞയച്ചതുമായും അറിയപ്പെടുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. മഹാനവറുടെ പേര് ഷെയ്ഖ് അബുൽ വഫ ശംസുദ്ദീൻ മുഹമ്മദ് ബിൻ അലാഉദ്ദീൻ അൽ ഹിംസി റളിയല്ലാഹു അൻഹു ആണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഞങ്ങൾ യാത്ര വരക്കലിലെത്തിയിരിക്കുകയാണ് കേട്ടോ. അൽഹംദുലില്ലാഹ്. നമ്മുടെ യാത്രയിലുള്ള കാഴ്ചകൾ ഉൾപ്പെടുത്തുന്നില്ല. ഓരോ കേന്ദ്രങ്ങളിലെത്തുമ്പോൾ മാത്രമാണ് നമ്മൾ കാഴ്ചകൾ ഉൾപ്പെടുത്തുന്നുള്ളൂ. ആരാണ് വരക്കലിൽ അന്ത്യവിശ്രമം കൊള്ളുന്നതെന്ന് ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയും. സമസ്തയുടെ പ്രഥമ പ്രസിഡന്റും മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ മഹാനവറുകളും, അതുപോലെ സമസ്തയുടെ 40 വർഷത്തെ ജനറൽ സെക്രട്ടറിയുമായ വലിയുല്ലാഹി ശംസുൽ ഉലമയുമാണ് റളിയല്ലാഹു അൻഹും ഈ മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. വരക്കൽ പോകുന്നുണ്ടോ എന്ന് ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടും ഞങ്ങളെ സിയാറത്തിൽ പങ്കെടുത്തവരുണ്ട് കേട്ടോ. സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരായിട്ടുള്ള
സത്യ ദീനിനെ പിൻപറ്റുന്ന ഏതൊരാളും ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യും. അൽഹംദുലില്ലാ, വരക്കൽമുല്ലക്കോയ തങ്ങളുടെ മക്കാമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ശംസുൽ ഉലമയെയും സിയാറത്ത് ചെയ്യുകയാണ്. ഇവിടെ ധാരാളം ആളുകളുണ്ട് കേട്ടോ. കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തുമുള്ള ധാരാളം ആളുകൾ സിയാറത്തിനായി ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് പാറപ്പള്ളിയിലെത്തിട്ടോ. അൽഹംദുലില്ലാ, നമ്മുടെ പാറപ്പള്ളി വളരെ ഭംഗിയായി അവിടുത്തെ പള്ളിയും പരിസരങ്ങളൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. പാറപ്പള്ളിയിൽ നിന്ന് കുട്ടികളുമൊത്തൊക്കെയുള്ള ഫോട്ടോകളൊക്കെ എടുത്ത് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ നമുക്കറിയാം. ബദരീങ്ങളിൽപ്പെട്ട മഹാനാണ്, തമീമുൽ അൻസാരിയാണ് എന്നും പറയപ്പെടുന്നുണ്ട്. അതുപോലെ ആദം നബി അലൈഹിസ്സലാമിൻ്റെ കാൽപ്പാട് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ട് പാറപ്പള്ളിയിൽ നിന്നിവിടെ ആ കടപ്പുറത്തിലൂടെ ബീച്ചിലൂടെ അങ്ങനെ യാത്ര ചെയ്ത് മഗ്‌രിബ് നിസ്കാരം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ മടവൂരിലെത്തിയിരിക്കുകയാണ് കേട്ടോ. അൽഹംദുലില്ലാ, കൂടുതലൊന്നും നമ്മുടെ യാത്രയിൽ അനാവശ്യമായ സമയം ചെലവഴിക്കാതെ ഞങ്ങൾ മടവൂരിലെത്തിയപ്പോൾ തന്നെ അവിടെ വാഹനങ്ങളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കണം. മടവൂരിലെത്തുമ്പോൾ ബാങ്ക് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് അവിടെ മക്കാമിലൊന്നും ആളില്ലാത്തത്. മഗ്‌രിബിയുടെ ബാങ്ക് കൊടുക്കുന്ന സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയത്. അങ്ങനെ മക്കാം നിസ്കാരവും സിയാറത്തും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു. അല്ലാഹു കബൂൽ ചെയ്ത